ഫ്രണ്ട്സ്, ഹെൽത്തി വിസ്കിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പീനട്ട് ചട്നിയിലെയും കപ്പലണ്ടി ചട്നി. അപ്പം നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു 1/4 കപ്പ് കപ്പലണ്ടി, 1/4 കപ്പ് തേങ്ങ ചിരിക്കിയത്, 2 പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും മതി. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് കപ്പലണ്ടി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ കപ്പലണ്ടി ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം എടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പലണ്ടി തേങ്ങ എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് ചമ്മന്തിക്കായിട്ട് അരയ്ക്കുന്ന പോലെ നല്ലോണം പേസ്റ്റാക്കി നമുക്ക് എടുക്കാം. പച്ചമുളക് നമ്മുടെ ഏരിയയുടെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ആയാലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു കറിവേപ്പിലയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിനും ഫ്ലേവറിനായിട്ട് വേണ്ടി. അപ്പോൾ നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കറക്റ്റ് പരുവാണ്. അപ്പോൾ നമ്മൾ ചൂടാക്കുന്നതിനനുസരിച്ച് ഒന്ന് കുറുകി വരുന്നതിനനുസരിച്ച് കുറുകി വരും, ഒന്ന് തിളയ്ക്കുന്നതിനനുസരിച്ച്. നമ്മൾ സാധാ ചട്നി പോലല്ല, നമ്മൾ സാധാരണ ചമ്മന്തിക്ക് നമ്മൾ തിളപ്പിക്കില്ല. പക്ഷേ ഇതിന് ഒന്ന് തിളപ്പിച്ചാലേ അതൊന്ന് ടേസ്റ്റായി വരുള്ളൂ, ഒന്ന് കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ചമ്മന്തി ഒന്ന് ചൂടായപ്പോൾ ഞാൻ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ചമ്മന്തിയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒന്ന് നോക്കാം, ഈ ലൂസായിട്ട് മതിയോ ഇച്ചിരി കുറുകെ വേണോ, നമുക്ക് അതിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ചമ്മന്തി എല്ലാം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കണ്ടില്ലേ, ഒന്ന് കുറുകിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ചമ്മന്തി. പക്ഷെ ഞാൻ വെള്ളവും ചേർക്കുന്നില്ല, ഈ ഒരു പരുവത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാനൊന്ന് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുന്നുണ്ട്. അത് നമ്മുടെ വെളിച്ചെണ്ണ ആയാലും മതി, സാധാ ഓയിലായാലും മതി. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. അതിനകത്തോട്ട് ഞാൻ ചൂടായി വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് 2 വറ്റൽമുളകും കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. വറ്റൽമുളക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് മതി, അതും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കാം. നമുക്ക് ഉഴുന്നുണ്ടെങ്കിൽ ഉഴുന്നായാലും മതി. എൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് സോട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ചമ്മന്തിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. വെറും സിമ്പിളാണ്, ഈസിയാണ്, നല്ല സൂപ്പർ ചമ്മന്തിയാണ്. ഇഡ്ഡലി ആയാലും ദോശ ആയാലും എന്തിനും കൂടെ ചേർന്ന് പോകുന്ന നല്ലൊരു ചമ്മന്തിയാണ്. സാധാ ചമ്മന്തിയേക്കാളും വളരെ ടേസ്റ്റിയാണ്. കുറച്ച് തേങ്ങയൊക്കെ മതി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഉണ്ട്, അതും കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എൻ്റെ വീഡിയോസിൻ്റെ. അപ്പം റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ, എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് സ്റ്റേ സേഫ്.